പരലോകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെ ഈ ജീവിതം ഒരു ബലപ്പിടിച്ച സമയമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം അംഫാസ് ശ്വാസങ്ങളുണ്ടല്ലോ, അത് ബലപ്പിടിച്ച അതങ്ങോട്ട് പോയാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരാണ്ട് പോവുകയാണെങ്കിൽ ആ സമയം നമുക്ക് കിട്ടൂല. അപ്പം ജീവിക്കണ സമയത്ത് മുഴുവനും ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാഞ്ഞാൽ വലിയ നഷ്ടം. ഒരു കച്ചവടക്കാരനാണ് ഈ പീടിക തുറന്ന് ഇങ്ങനെ കുത്തിരിക്കുക, ആരും ചരക്ക് വാങ്ങാൻ വരുന്നില്ലെങ്കിൽ വെറുതെ മെനക്കെട്ട് പോലെ സമയം പോയി, ഓൻ്റെ പണം മുടക്കിയത് അതും നഷ്ടപ്പെട്ടു പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കേടുവരുന്ന സാധനമാണെങ്കിൽ അത് ചീഞ്ഞു പോവുകയും ചെയ്തു, മൂലധനം പോയി. അതിലും നഷ്ടമായിരിക്കും നമ്മളെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിപ്പോൾ ജീവിക്കാനുള്ള മൂലധനം നമ്മളെ ആയുഷ, നമ്മളെ ഹയാത്താണ്. ഈ ഹയാത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു കാര്യമായിട്ടൊരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുക. അല്ലാഹുവിൻ റസൂലാണ് ഓൻ ഏറ്റവും മഹബത്ത്. വേറൊരു മനുഷ്യനെ പ്രിയം വെക്കുകയാണെങ്കിൽ അള്ളാഹ്ക്കും റസൂലിനും വേണ്ടി അള്ളാഹിനെയും റസൂലിനെയും പ്രിയം കിട്ടാൻ വേണ്ടി. ഒരു മനുഷ്യനെ പ്രിയം വെക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുപ്പിക്കുന്ന ആളായതുകൊണ്ട്, അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട്, നമ്മളെ ശ്രദ്ധകേട് മാറ്റി നമ്മളെ ഉണർത്തുന്ന ആളായതുകൊണ്ട്, അള്ളാഹിൻ്റെ പൊരുത്തം കൊണ്ട് അടുപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഈമാൻ്റെ ലക്ഷണം. അപ്പോൾ ആലിമീങ്ങൾ, സാദാത്ത്, ഔലിയാക്കന്മാർ പോലത്തെ ആളുകളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് അതിൻ്റെ ആവശ്യം. നമ്മളെ ഈമാൻ രക്ഷപ്പെട്ട് നമ്മളെ പ്രവൃത്തി നന്നായി, നമ്മളെ സ്വഭാവം നന്നായി മുഅ്മിനായി മരിക്കാനുള്ള ഒരു കാരണമാകണം. അതിനു വേണ്ടിയാണ് നമ്മളെ ഈ അധ്വാനങ്ങളൊക്കെ. അത് സാലിഹ്യങ്ങളെ പ്രിയം വെക്കുക എന്നുള്ളത് അത് വലിയ കൂലുള്ള കാര്യമാണ്. അത് എല്ലാ മഹാന്മാരും സാലിഹ്യങ്ങളെ പ്രിയം വെക്കുക എന്നുള്ളത് ഹുബ്ബു സാലിഹീന, അത് വളരെ പ്രധാനമുള്ള കാര്യം. അപ്പോൾ ഒരു മഹാന് ഇന്നിപ്പോൾ നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളെ കൂടുതൽ മഹാനായ താജുൽ ഉലമ എല്ലാം കൊണ്ടും എടുത്ത് പറയാൻ നമ്മളെങ്ങനെ ബഹുമാനിക്കുക എന്നുള്ളത് പറയാൻ പറ്റാത്ത വലിയ മഹാനാണ്, വലിയ ആലിമ്. ആ ഇൽമിൻ്റെ പഠിച്ചു വെച്ച ഇൽമിന് യാതൊരു മറവിയും പറ്റാത്ത, ആ ബാല്യകാലത്ത് നടന്ന് ചൊല്ലിക്കൊടുക്കണം അതേ ആ ഓർമ്മ. ഇപ്പം വയസ്സായി ശരീരത്തിന് ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിലും ഇൽമിന് യാതൊരു മറവിയും പറ്റിയിട്ടില്ല. അങ്ങനത്തെ വലിയൊരാരും ഈ വയസ്സൊക്കെയായി ക്ഷീണിച്ചിക്കണെങ്കിലും ഇബാദത്തിന് ഒരു തളർച്ചയും പറ്റാത്ത മഹാൻ. അതിനോടുകൂടെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരാൾ. ലാ യഖാഫു ബില്ലാഹി ലൗമത ലായിം എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ ആയ താജുൽ ഉലമ. ആ താജുൽ ഉലമനെ ഒന്ന് ആദരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഈ ആളുകൾ തീരുമാനിച്ചത് അവരെ ഹൃദയത്തിൻ്റെ അടിയിലല്ല, ആ ദീനുൽ ഇസ്ലാമിനോടുള്ള മഹബത്ത്, അള്ളാഹിനോടും റസൂലിനോടുള്ള മഹബത്തായിരിക്കും എന്ന് ആണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർ അത്രയും വലിയ ഒരാൾ, അവരെ സ്നേഹിക്കൽ കൊണ്ട് അവരെ ആ ഇൽമും അവരെ തഖ്വയും അവരെ സ്വഭാവവും ഒക്കെ കണ്ട് ആരെങ്കിലും ഒരാളുകൾ, ഇനി മുതിർന്ന ആളുകൾ അതുപോലെ ആയി വരികയാണെങ്കിൽ ദീനുൽ ഇസ്ലാമിന് നിലനിൽപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ല സമയങ്ങൾ ചെലവാക്കുക, ഈമാൻ ഉറച്ച് ജീവിക്കുക എന്നുള്ളത് ഇതെല്ലാത്തിനെയും ലക്ഷ്യമാകും. ഇൽമിൻ്റെ അധികാർ, ഈ ഇൽമ് അല്ലാഹു തആലാൻ്റെ ഇൽമ് എന്ന് പറഞ്ഞത് എന്താ? നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കണ ഇൽമാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത അറിവുകളുണ്ട് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി. ആ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇസ്ലാം കാര്യങ്ങൾ, സ്വഭാവം സിദ്ധിക്കേണ്ട യാതിയുള്ള അഖ്ലാഖ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അത് പഠിച്ച താബിഈങ്ങൾ അങ്ങനെ ഇപ്പോഴുള്ള ഉലമാക്കന്മാർ, ഈ നല്ല നല്ല കൂട്ടക്കാർ, ഹക്കിൻ്റെ മേലുള്ള കൂട്ടക്കാർ, മഹാനായ താജുൽ ഉലമ, ഉള്ളാളം തങ്ങൾ അവരുകൾ, ഇന്നമാതിരി എ പി ഉസ്താദ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന സാദാത്ത് ഉലമാക്കന്മാർ, അവരൊക്കെ സത്യത്തിൽ ഉൾക്കൊള്ളുന്ന കൂട്ടക്കാരാണ്. അതൊക്കെ പരസ്പരം കൂടിയിട്ട് സത്യത്തിൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ ഏതാ നോക്കുക.
അതിനുള്ള ദർസുകളും മദ്രസകളും ക്ലാസ്സുകളും ഒക്കെ എടുത്തിട്ട് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുക എന്നുള്ള ഷുഗലിന് വേണ്ടി എന്നെ അവർ ഒഴിഞ്ഞു നിൽക്കുന്ന കൂട്ടക്കാരാണ്. അപ്പം അവരെ ഹിദായത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടുന്ന പണി ഇൽമിന് ആണുള്ള വലിയ സ്ഥാനം. ഇബാദത്തിനേക്കാൾ ഇൽമിന് സ്ഥാനം. ഇബാദത്ത് കൊണ്ട് ഓൻ നന്നാകലാണെങ്കിൽ ഇൽമു കൊണ്ട് ഓനും ഓനോട് ബന്ധിക്കുന്ന ആളുകളും പഠിപ്പിച്ച് ദീൻ പഠിപ്പിക്കണമെങ്കിൽ ഇൽമാണല്ലോ. അപ്പം ഇൽമ് എന്നത് ഇബാദത്തിനേക്കാളും വലിയ സ്ഥാനമുള്ളതാണ്. അപ്പം ഇൽമു കൊണ്ട് ഷുഗലാവുന്ന കൂട്ടക്കാർ അത് നല്ല ഉറപ്പായി എല്ലാ വിഷയത്തിനും ശരിയായ ഇൽമു പഠിക്കുക. ആ ശരിയായ ഇൽമു പഠിച്ചിട്ട് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ നിൽക്കുക. അങ്ങനെയാഞ്ഞാൽ ജനങ്ങളെ നമ്മൾ വഞ്ചിച്ച് വീരമുള്ള ആളുകൾ എന്തെങ്കിലും ലോകത്ത് ഫസാദ് വീരമില്ലാത്ത പോലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ മുണ്ടാതിക്കുകയാണെങ്കിൽ ഈ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കാൻ ഏൽപ്പിച്ച ജനങ്ങളെ നമ്മൾ വഞ്ചിച്ചു. അത് മുണ്ടാതിരിക്കാൻ പാടില്ല. വിദേഹത്ത് വെളിവാകുമ്പോൾ ഇതാ ലഹറൽ വിദേഹു സക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുള്ള. അപ്പോൾ ലയനത്തിൻ്റെ പണിയാണ്. അല്ലേൻ്റെ എതിര് വിദേഹത്തായ കാര്യങ്ങൾ ലോകത്തെ എവിടെയെങ്കിലും വെളിവാകുകയാണെങ്കിൽ അത് എതിർക്കാതിരിക്കുക. അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കുക. അത് വെക്കാൻ ആർക്കും അധികാരമില്ല. ദീനുൽ ഇസ്ലാം എന്നുള്ള അമാനത്താണ്. എല്ലാ മുസ്ലിമിൻ്റെ അടുത്തും അമാനത്ത് വെച്ച മുതലാണ്. അപ്പം അത് പേപ്പിച്ച് പറയുമ്പോൾ എതിർക്കണം. എതിർക്കാനുള്ള കഴിവുണ്ടാകണം. ആ കഴിവുണ്ടാകാനുള്ള ആവശ്യത്തിനാണ് വലിയ വലിയ പണ്ഡിതന്മാർ ക്ലാസ് എടുത്തിട്ടും ജനങ്ങൾക്ക് പഠിപ്പിച്ചിട്ടും അതിനായിട്ട് ആലിമീങ്ങളൊക്കെ വീണ് കുറേ തക്കാഫികൾ. ഇപ്പോൾ നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ തക്കാഫി എന്തുണ്ടായാലും നേരിടാം. മൂപ്പർക്ക് കഴിവുണ്ടല്ലോ. ഒക്കെ പഠിച്ചതുകൊണ്ടല്ലേ. എന്നാൽ കുറേ തക്കാഫികൾ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. സംശയങ്ങളൊക്കെ ഉണ്ടായാൽ തീർക്കാൻ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ തന്നെ കുറേ ഉലമാക്കന്മാർ. അതൊക്കെ ഇങ്ങനത്തെ പഠിച്ചുണ്ടാകുക. അപ്പം അതിന് സമയം ചെലവാക്കിയിട്ട് ഇനിയും ഇത്തരം വലിയ ദർസ്, ഇപ്പോൾ കോട്ടൂർ ഉസ്താദിൻ്റെ ദർസ് പറഞ്ഞ വലിയ ദർസാണ്. അപ്പം ആ ദർസിലൊക്കെ ഉള്ള ആലിമീങ്ങൾ വലിയ ഉയർന്ന ആലിമീങ്ങളായിട്ട് എല്ലാ വിഷയത്തിലും നല്ല ഉയർന്ന ആലിമീങ്ങളായിട്ട് ജനങ്ങൾ പേക്കുമ്പോൾ നന്നാക്കാൻ അറിയാതുള്ള കൂട്ടക്കാർ. ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി അഹ്സൻ. അപ്പോൾ അങ്ങനെ മുജാദരിമാണ്. ദീനുൽ ഇസ്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല നിലക്ക് രേഖ കൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ മേക്കെട്ടെടുക്കുകയാണെങ്കിൽ അതിലും അങ്ങേപോലെ ശക്തിയായ രേഖ വളഞ്ഞിട്ട് ഇസ്ലാമിനെ തെളിയിക്കാനുള്ള നല്ല ചെങ്കൂറ്റുള്ള ആളുകൾ വേണം. ധീരതയുള്ള ആളുകൾ വേണം. എന്നിട്ട് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് കൈപ്പെടുത്തുക എന്നല്ലാതെ ഇക്റാഹ് ഇവിടെ ഇല്ലല്ലോ. നിർബന്ധിക്കലില്ല. ഹൃദയം മാറ്റാതല്ലേ. ഹൃദയം സത്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഹൃദയം അലിഞ്ഞു ചേരുക. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇങ്ങനെയൊക്കെ ആയാലും ഈ വിദേഹത്തുകാർ നന്നായിക്കൊള്ളണമെന്ന് ഇല്ല. വിദേഹത്തിന് തൗബ ഇല്ല എന്ന് പറയും പഴയ കാലത്ത്. ഇതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് തൗബ ചെയ്യാൻ ഇടവരില്ല. തൗബ പടിഞ്ഞാറുന്ന് സൂര്യ ഉദിക്കണ വരെ തൗബ ഉണ്ടെങ്കിലും ഈ വിദേഹത്തുകാർക്ക് തൗബ ചെയ്യാൻ തോന്നൂല്ല. അതെന്താ? ഓല് ഈ അല്ലാഹു തആലയുടെ കരാമായ ഖുർആനുൽ അദീം, നബി സല്ലല്ലാഹു ഞങ്ങളെ വചനമാവുന്ന ഹദീസ് ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ആ ശാപം കൂടി പേരിയ കൂട്ടരായതുകൊണ്ട് സത്യമായിട്ട് പറഞ്ഞ ഹൃദയത്തേക്ക് എന്ത് ചെയ്യൂല, കടക്കൂല. ഈ കുലൂബിയും മറന്നും ഫസാദവുമുള്ളാഹു മറന്നെന്ന് അറിഞ്ഞ മാതിരി എന്ത് പറഞ്ഞാലും ഓർക്കാണ്ട് ചെയ്യില്ല. അപ്പം തൗബ ചെയ്യാനുള്ള ഇടവരൂല്ല. തൗബ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹ്ക്ക് ആരും വേണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ആരോടും റഹ്മത്തിനെ തൊട്ട് ആശമുരിയണ്ട. ആര് വരികയാണെങ്കിൽ അല്ലാഹ് സ്വീകരിക്കും. പക്ഷേ ഇത് ഈ ബിദ്അത്ത് ആയി കഴിഞ്ഞാൽ നന്നാകാൻ വളരെ പ്രയാസം. നമ്മളൊന്ന് സത്യം പറയുമ്പോൾ അതിൻ്റെ എതിരങ്ങിയപ്പുറം എന്തെങ്കിലും പറയാമെന്നില്ല നിലപാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശരീരം തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.